അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു ഗുലാബ് ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. സെയിം ഒരു ടേസ്റ്റിലൊക്കെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ബ്രെഡ് വെച്ചാണ് ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് ബ്രെഡ് ഒരു 10 എടുത്തിട്ടുണ്ട്. അത്രയൊക്കെ എടുത്താലാണ് നമുക്ക് കുറച്ചൊക്കെ കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്കൊരു പഞ്ചസാര 3/4 കപ്പ്. പിന്നെ വേണ്ടത് ഒരു 3-4 ഏലക്ക. പിന്നെ റോസ് വാട്ടർ വേണം ശരിക്കും ആ ഒരു ഫ്ലേവർ കിട്ടാൻ. പിന്നെ ഇതിലേക്ക് അത്യാവശ്യം മാവ് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രെഡ് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പാല്. പിന്നെ ഇതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ആദ്യം പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് പഞ്ചസാരയിലേക്ക് ഒരു 3/4 ഗ്ലാസ് പഞ്ചസാരയിലേക്ക് ഞാനൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊരു ഒറ്റനൂൽ പരുവമാകുമൊന്നും വേണ്ട. അങ്ങനെ ആകുമ്പോൾ ഗുലാബ് ജാമുൻ താഴ്ന്നിട്ട് സിറപ്പിൽ മുങ്ങി കിടക്കില്ല. ഇതൊന്ന് ഇങ്ങനെ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളച്ച് കിട്ടുന്ന ആ ഒരു പരുവം മതി. ഒരിക്കലും നൂൽപ്പരുവൊന്നും ആക്കാൻ നിൽക്കണ്ട. അങ്ങനെ ആയിക്കഴിയുമ്പോൾ ഗുലാബ് ജാം അതിൻ്റെ അകത്ത് മുങ്ങി കിടക്കില്ല. കിടന്നില്ല എന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് മധുരമൊന്നും കയറില്ലല്ലോ. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ബ്രെഡൊന്ന് അതിൻ്റെ അരികുവശങ്ങളൊക്കെ ഒന്ന് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഇത് മിക്സിയിലിട്ടിട്ട് ഞാൻ പൊടിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇതിങ്ങനെ പിച്ചിട്ട് കൊടുത്തിട്ട് പാലുകൊണ്ട് കുതിർത്തി കുഴച്ചെടുക്കാം. പക്ഷേ അതിനേക്കാളൊക്കെ എനിക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇതേപോലെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയാണ് നല്ലത്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇതേപോലെ മാറ്റിയതിന് ശേഷം ഇത് നമ്മൾ കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു കുറച്ച് ടൈറ്റായിട്ടുള്ള മാവായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ലൂസായിട്ടുള്ള മാവാക്കി നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ചട്ടിയിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോളൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ടാക്കും. എണ്ണ കയറും. അതുപോലെ തന്നെ ആ ഷേപ്പിൽ നമുക്ക് കിട്ടില്ല. അപ്പം അത് കാരണം ആ കട്ടി അനുസരിച്ചിട്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. അപ്പോൾ ഒരു പൂരിക്കൊക്കെ കുഴക്കുന്ന ഒരു മാവിൻ്റെ ഒരു പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലൊരു 3/4 ഗ്ലാസ് ഈ കാണുന്ന പോലെ ഉള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെനിക്ക് കറക്റ്റായിരുന്നു കുഴച്ചെടുക്കാൻ. അപ്പം ഞാനിതേപോലെ ഭയങ്കര തിക്കായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ട് ഒരു 5 മിനിറ്റോളം ഞാനിതൊന്ന് മാറ്റി വെച്ചു. 5 മിനിറ്റ് മാറ്റി വെക്കണം നിർബന്ധമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ മാവ് ഒന്നുകൂടെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് സോഫ്റ്റ് ആക്കാനും പറ്റില്ലല്ലോ. അത് കാരണം ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതേ ഉള്ളൂ. എന്നിട്ട് ഇതേപോലെ ഓരോ ബോൾ ആക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കണം. ഉരുട്ടുമ്പോൾ നമ്മൾ കയ്യിലൊരല്പം നെയ്യോ എണ്ണയോ തടവി കൊടുക്കാം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ ഇതേപോലെയുള്ള ഹോളൊന്നും ഇതിനകത്ത് വരരുത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ എണ്ണ കയറും. അപ്പോൾ ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ബോളായിട്ട് നമ്മൾ ഉരുട്ടി കൊടുക്കണം. ഇനി ഇത് പൊരിക്കാനായിട്ട് ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ പോവുകയാണ്. ഈ സമയം കൊണ്ട് തന്നെ പഞ്ചസാര സിറപ്പൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പൊടിച്ച് വെച്ച ഏലക്കൻ്റെ പൊടി ചേർത്ത് കൊടുത്ത് അപ്പോൾ ഞാനിത് പൊരിച്ചിടാൻ ഈ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ പാകത്തിന് ഞാൻ അടുപ്പൊന്ന് മാറ്റി വെച്ചു ഈ പാത്രം. എന്നിട്ട് ഞാനതിലേക്ക് റോസ് വാട്ടർ ചേർത്ത് കൊടുത്ത് റോസിൻ്റെ എസൻസും ചേർത്ത് കൊടുക്കാം. പക്ഷേ അത് ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ നമുക്കത് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നിയ കാരണം ഞാൻ റോസ് വാട്ടറാണ് ചേർക്കുന്നത്. 2 സ്പൂണേ ചേർക്കണുള്ളൂ. അപ്പോൾ ഏലക്കൻ്റെ റോസ് വാട്ടറിൻ്റെ 2 സ്മെല്ല് നമുക്ക് കിട്ടും. എന്നിട്ട് ചട്ടി ചൂടായി അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ചൂട് കറക്റ്റായതിന് ശേഷം ബ്രെഡ് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ബ്രെഡ് മുഴുവനായിട്ട് എണ്ണ കുടിക്കും. അപ്പോൾ ഇതേപോലെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ കറക്റ്റ് ചൂടാണ്. അപ്പോൾ ഞാൻ ഓരോരോ ബോളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഗോൾഡൻ കളർ ആവണ ഒരു ടൈം നോക്കിയിട്ട് നമ്മൾ പൊരിച്ച് കോരുക. അപ്പോൾ ഇതിട്ട് കൊടുത്ത പാടനെ നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടില്ല. അപ്പോൾ ചൂടാവുമ്പം ബ്രെഡൊന്ന് അലിഞ്ഞു പോലെ ആവുമല്ലോ. അപ്പോൾ അതൊന്നൊന്ന് അപ്പുറം ഒന്ന് ആയതിന് ശേഷം മാത്രം നമ്മളതൊന്ന് അടിഭാഗം ഒന്ന് ഗോൾഡൻ കളറായി ഉറപ്പ് വന്നതിന് ശേഷം മാത്രം ഒന്ന് ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഗോൾഡൻ കളർ ആയതിന് ശേഷം മുഴുവനായിട്ട് വറുത്ത് കോരിയിട്ട് ഈ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ ഈ സിറപ്പ് ഇപ്പോൾ തിളച്ച് വരുന്നോട് കൂടിയിട്ട് ഞാനിതൊന്ന് മൂടി വെക്കുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, അപ്പോൾ ആ സ്മെല്ല് ഓവറായിട്ട് പുറത്തൊന്നും പോകണ്ടെന്ന് കരുതിയിട്ട്, പിന്നെ അതിലൊരു ഈർപ്പം അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അത് മൂടി വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ബ്രെഡിൻ്റെ ബോളൊക്കെ ഞാൻ വറുത്ത് കോരുകയാണ്. എന്നിട്ട് നേരെ ഈ സിറപ്പിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാനൊന്ന് അത് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ബ്രെഡ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ക്രിസ്പായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് സോഫ്റ്റായിട്ട് ആ സിറപ്പൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനും ഒക്കെ നല്ലതാണ് അങ്ങനെ മൂടി വെക്കുന്നത്. അതിൻ്റെ അഭിപ്രായങ്ങളെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നിയ കാരണം ഞാൻ ചെയ്തതാണ്.
എല്ലാ ബ്രെഡ് ബോളുകളും ഞാൻ പൊരിച്ച് കോരി ഷുഗർ സിറപ്പിലിട്ടു. അങ്ങനെ ഗുലാബ് ജാമുൻ റെഡിയായി. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവരും ഇത് ഉണ്ടാക്കി കൊടുക്കണം. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. മധുരത്തിൻ്റെ അളവൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം.